ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ഞങ്ങളങ്ങനെ ലുലു മാളിലോട്ട് പോവുകയാണ്. ഓഫറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട്. ഞാൻ മുന്നേ കുറേ വീഡിയോസും റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടായിരുന്നു ലുലു മാളിൽ. അങ്ങനെ നമ്മളൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് അങ്ങനെ പോയതാണ്. അങ്ങനെ നമ്മളൊരു 6 മണി സമയത്തായിരുന്നു ഇറങ്ങിയത്. ഒടുക്കത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ വെഞ്ഞാറമൂട് മുതൽ പോത്തങ്കോട് വരെ ഭയങ്കര ബ്ലോക്കായിരുന്നു. അങ്ങനെ അതൊക്കെ താണ്ടി കഴിഞ്ഞ് നമ്മൾ ലുലു മാളെത്തി. അതായത് ഒരു 7:30-7:45 എത്തിയപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് നോക്കിയപ്പോഴത്തേക്കേ ആളുകളെ ഉള്ളൂ അവിടെ. അങ്ങനെ പിന്നെ നമ്മൾ മേൽപ്പാലത്തിൽ കൂടെയാണ് പോയത്. അതായത് മുകളിൽ കാർ പാർക്കിംഗ് ചെയ്താൽ നമുക്ക് എന്തായാലും ഇറങ്ങാൻ നേരത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ റോഡിൻ്റെ ഒരു സൈഡിലായിരുന്നു ഒരു കാർ പാർക്ക് ചെയ്തത്. അങ്ങനെ കാർ പാർക്കൊക്കെ ചെയ്തു. മേൽപ്പാലത്തിൽ കൂടെയായിരുന്നു നമ്മളിങ്ങനെ പോകുന്നത്. പോയപ്പോഴത്തേക്ക് ലുലു മാളിൽ അത്യാവശ്യം എപ്പോഴും ആളുകൾ കാണും. പക്ഷേ ഓഫറും കാര്യങ്ങളും വരുമ്പോഴാണല്ലോ തിക്കും തിരക്കും ജനങ്ങളും എല്ലാം. അങ്ങനെ നമ്മൾ ലുലു മാളിൻ്റെ അകത്തോട്ട് പോവുകയാണ്. നമ്മൾ ഹൈപ്പറിലോട്ടായിരുന്നു ആദ്യം തന്നെ പോയത്. ആദ്യം തന്നെ നമ്മൾ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എല്ലാം പകുതി വിലയ്ക്കായിരുന്നു, എല്ലാ സെയിലും. അങ്ങനെ നമ്മൾ നടന്നു പോവുകയാണ്. അങ്ങനെ എൻ്റെ നാത്തൂനും മോനും ഉണ്ടായിരുന്നു. അങ്ങനെ ഇക്ക മോനെയും പിടിച്ച് നടന്നു പോവുകയാണ്. അങ്ങനെ ഓഫറും കാര്യങ്ങളെല്ലാം നോക്കി നടന്നു. പിന്നെ അതിനുശേഷം നമ്മൾ അകത്തോട്ടുള്ള ബാക്കി കാര്യങ്ങളും അത് ഹൈപ്പറിൻ്റെ അകത്തോട്ടാണ് പിന്നെ പോകാനായിട്ട് നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ ലുലു ഹൈപ്പറിലോട്ട് കയറുവാണ്. തിരക്കെന്ന് പറഞ്ഞാൽ ഇമാതിരി തിരക്ക് ഞാൻ ലുലുവിൽ കണ്ടിട്ടില്ല സത്യത്തിൽ. അത്രത്തോളം തിരക്കും കാര്യങ്ങളായിരുന്നു. ഇതിൻ്റെ ഇടയിൽ പെട്ടെങ്ങാണം പോയാൽ തീർന്നു. പിന്നെ ആ ദിവസം പിന്നെ കണ്ടുപിടിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു തിരക്കായിരുന്നു കേട്ടോ. എൻ്റെ ഒരു അനുഭവത്തിലൂടെ ഞാൻ പറയണം, അത്ര തിരക്കായിരുന്നു. ഞാൻ പോയതിൽ വെച്ചിട്ട് വലിയ തിരക്കായിരുന്നു. അത്യാവശ്യം വീഡിയോ കുറച്ചെങ്കിലേ എടുക്കാൻ പറ്റുള്ളൂ. കാരണം തിരക്കിൻ്റെ ഇടയിലൊന്നും ഫോൺ എടുക്കാനോ ഒന്നിനും പറ്റിയില്ല. പിന്നെ സാധനങ്ങൾ എടുക്കാൻ പോയി. അത്യാവശ്യം എല്ലാ സാധനങ്ങൾക്കും ഓഫർ ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിലത്തേക്കുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നല്ല ഓഫറിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം സാധനങ്ങളും എല്ലാം നമ്മൾ വാങ്ങിച്ചു. ഇതെല്ലാം ക്യൂ ആണ്. അത്രത്തോളം ക്യൂവിൽ നിന്നാണ് നമ്മളിങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തിട്ടുള്ളത്. ഇപ്പം വീട്ടാവശ്യമായിട്ടുള്ള എല്ലാം ഹൈപ്പറിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട്. ഫാഷൻ സ്റ്റോറിലൊന്നും കയറാൻ പറ്റില്ല, അത്ര തിരക്കായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം ഈ ഒരു യോഗട്ട്സ് സംഭവങ്ങളെല്ലാം 199 രൂപയേ ഉള്ളായിരുന്നു. 150 രൂപയേ ഉള്ളായിരുന്നു. അതെല്ലാം 300-400-ൻ്റെതായിരുന്നു. അങ്ങനെ പിന്നെ അത്യാവശ്യം പറ്റുന്ന രീതിയിലെല്ലാം പർച്ചേസ് ചെയ്തു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.